ഇതാണ്ട് 2 പച്ചക്കറി കർഷകര് തൈകളൊക്കെ നോക്കി ഓടി വരുന്നുണ്ട്. ഇത് സൂര്യകാന്തിയുടെ തൈകള്. മൊത്തം വഴുതനയാണോ? പച്ചയുണ്ട്, വയലറ്റ് ഉണ്ട്, തേങ്ങേരിയുണ്ട്, പിന്നെ ഇല്ലിക്കൊമ്പനുണ്ട്, മാലാക വഴുതനം കൂടെ ഉണ്ട് കൂട്ടത്തിൽ കേട്ടോ. ഞാനത് വിട്ടുപോയി പറയാനായിട്ട്. 5 ഇനം വഴുതനകള്. ഇത് മാലാക വഴുതന, നല്ല വെള്ള കളറ്, നല്ല കണ്ട മാലാക പോലെ ഇരിക്കുന്ന നല്ല രുചിയുള്ള മാലാക വഴുതനയാണിത്. നല്ല നീളമുള്ള നല്ല രുചിയുള്ള ഒരു നാടൻ വെറൈറ്റിയാണ് ഇല്ലിക്കൊമ്പൻ വഴുതന. ഇത് നമ്മുടെ സാധാ പച്ച വഴുതന, നല്ല രുചിയുള്ള ഇനാണിത്. അത്ര അധികം നീളമില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ നാടൻ ഇനായ വേങ്ങേരി വഴുതന. കുറച്ച് മുള്ളൊക്കെ ഉണ്ടാവും അതിന്റെ തണ്ടേല്. വയലറ്റ് കളറ്, നീളമുള്ള ഇനാണ്, നല്ല ടേസ്റ്റുള്ള ഇനാണ്. ഒരു ട്രഡീഷണൽ വെറൈറ്റിയാണ് വേങ്ങേരി വഴുതന. ഇത് നല്ല ഡാർക്ക് വയലറ്റ് കളറുള്ള വഴുതനയാണിത്, നല്ല രുചിയുള്ള ഇനാണിത്. ഇത് തക്കാളിയുടെ തൈകളാണ്. നല്ല തക്കാളി. ഇപ്പം മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് തക്കാളി തൈകളൊക്കെ നടാൻ നല്ലൊരു സമയമാണിത്. ഇത് നമ്മുടെ കുഞ്ഞ് പച്ചക്കാന്താരി, നല്ല എരിവുള്ള കുഞ്ഞ് പച്ചക്കാന്താരി എന്റെ തൈകളാണിത്. ഇത് കുഞ്ഞ് പച്ചക്കാന്താരിയുടെ വലിയ തൈകള്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണിത്. ഇത് പച്ച വെണ്ടയുടെ തൈകളാണ്. ഇത് ചുവപ്പ് വെണ്ടയുടെ തൈകളാ. ഇത് മത്തങ്ങയുടെ തന്നെ ഒരു ഇനാണ് ബട്ടർനട്ട്, നല്ല രുചിയുള്ള നല്ലൊരു ഇനാണ് ബട്ടർനട്ടിന്റെ തൈകള്. ഇത് മുള്ളൻ പാവലിന്റെ തൈകളാണ്. അതുപോലെ തന്നെ ഇത് കുഞ്ഞു പടവലം, ബേബി പടവലം എന്ന് പറയും, അതിന്റെ തൈകളാണിത്. ഇത് കഞ്ഞിക്കുഴിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കഞ്ഞിക്കുഴി പയറിന്റെ ഇനാണിത്. നിത്യവഴുതനയുടെ തൈകളായത്. വെള്ളരിയുടെ തൈകളുണ്ട്. പെരുമ്പളം ദ്വീപിലെ ശ്രീകുമാർ ചേട്ടന്റെ ശ്രീ അഗ്രി ഫാംസ് എന്നുള്ള ഈ തൈകള് ഇവിടെ എത്തിച്ചതിന് ഒത്തിരി സ്നേഹം, സന്തോഷം, നന്മകൾ.